മഹാശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് രശ്മി കാർത്തിക തുടരുന്നുണ്ട്. രശ്മി, നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു പ്രത്യേക പൂജകൾ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. രാത്രി മഹാശിവരാത്രി പൂജയും നടക്കും. അപ്പോൾ തന്നെ ഈ പകൽ സമയങ്ങളിൽ ദർശന സമയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഉണ്ടോ എന്നുള്ളതായിരുന്നു. തുടർന്നോളൂ. ലക്ഷ്മി, പ്രത്യേക ദർശന ക്രമീകരണം, അതായത് സാധാരണയുള്ള ദർശന സമയത്തേക്കാൾ കൂടുതൽ സമയം ഇന്ന് ദർശനത്തിന് അനുവദിച്ചിട്ടുണ്ട്. തിരക്ക് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ പ്രത്യേക ക്യൂ ക്രമീകരിച്ചുകൊണ്ടാണ് ആളുകളെ അകത്തേക്ക് കയറ്റിവിടുന്നത്. ഇപ്പോൾ രാവിലെ ദർശനത്തിനുള്ള ക്യൂ ആണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഈ രാവിലെ ദർശിച്ചതിന് ശേഷം വൈകുന്നേരത്തായിരിക്കും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിനായി ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തുക. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം. മറ്റ് ക്ഷേത്രങ്ങളിലേക്കാൾ ഒരുപക്ഷെ കൂടുതൽ തിരക്ക് ക്ഷേത്രത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. വൈകുന്നേരത്തോടുകൂടി ഇവിടം നിന്ന് തിരിയാൻ കഴിയാത്തത്ര തിരക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് വൈകുന്നേരം കാണാൻ കഴിയും. മഹാശിവരാത്രി പൂജ ഉൾപ്പെടെ രാത്രി നടക്കും. പ്രത്യേക പൂജ, യാമ പൂജ ഉൾപ്പെടെ ഈ ഒരു ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കും. പല യാമങ്ങളിൽ, വിവിധ യാമങ്ങളിലാണ് ആ പൂജ നടക്കുക. അതേസമയം തന്നെ പ്രദോഷ വ്രതം കൂടി ഇന്ന് ഒരുമിച്ച് വരികയാണ്. അതായത് ഈ മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട വ്രതങ്ങളിൽ രണ്ട് വ്രതമാണ്. ഒന്ന് മഹാശിവരാത്രി, മറ്റൊന്ന് പ്രദോഷം. ഇത് രണ്ടും ഒരുമിച്ച് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. ഒരിക്കൽ എടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രദോഷ വ്രതം അനുഷ്ഠിക്കുന്നത്. ആ പ്രദോഷ വ്രതം നോൽക്കുന്ന ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ട്. ഏതായാലും രാവിലെ ദർശനത്തിനുള്ള ക്യൂ ആണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം മഹാദേവന് പ്രത്യേകിച്ച് വഴിപാടുകൾ നടത്തുകയാണെങ്കിൽ അത് ഇരട്ടി ഫലം നൽകും എന്നുള്ളതാണ് ഭക്തരുടെ വിശ്വാസം. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഇത്തരത്തിൽ മാല സമർപ്പിക്കുന്നത്, കൂവളത്തിലയുടെ സമർപ്പണം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. കൂവളത്തില സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആഗ്രഹ സബലീകരണം ഉണ്ടാകുമെന്നുള്ളതാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ പിൻവിളക്കും ജലധാരയും സാധാരണ മഹാദേവ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന വഴിപാടുകളാണെങ്കിലും ഇന്ന് ഈ ഒരു ശിവരാത്രി ദിനം ഈ ഒരു വഴിപാടുകൾ ചെയ്യുന്നത് ഇരട്ടി ഫലം നൽകുമെന്നുള്ളതാണ് വിശ്വാസം. സകല പാപങ്ങളെ, ഈ വ്രതം എടുക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും വലിയൊരു പ്രത്യേകതയെ തന്നെയാണ് ഭക്തർ കാണുന്നത്. സകല പാപങ്ങളെയും ഇല്ലാതാക്കും ഈ ഒരു മഹാവ്രതം എന്നുള്ളതാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ ഐശ്വര്യവും അഭിവൃദ്ധിയും ദീർഘായുസ്സും ഒക്കെ ഉണ്ടാകുന്നതിന് ഉത്തമമാണ് ഈ ഒരു മഹാശിവരാത്രി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് എന്നുള്ളതാണ് വിശ്വാസം. ഇന്നേ ദിവസം ഭഗവാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭഗവാൻ സമർപ്പിക്കുന്ന വഴിപാടുകളും അതീവ ഫലദായകമാണ് എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ മഹാശിവരാത്രിയോടൊപ്പം തന്നെ ബലിതർപ്പണവും നടത്താറുണ്ട്. മഹാശിവരാത്രിയോടൊപ്പം അതും ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ്. ആ ഒരു ബലിതർപ്പണത്തിന് കൃത്യമായി പിതൃമോക്ഷം ലഭിക്കും എന്നുള്ളതാണ് വിശ്വാസം. നമുക്കിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഒരു നീണ്ട ക്യൂ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനുള്ള ക്യൂ ആണ്. അത് ഈ തിരക്ക് വർദ്ധിച്ചത് കൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകളെ മാത്രമാണ് അകത്തേക്ക് കയറ്റിവിടുന്നത്. ആ രീതിയിലാണ് ദർശന ക്രമീകരണം. കാരണം ക്ഷേത്രത്തിനകത്ത് ഇത്രത്തോളം തിരക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്യൂ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷേത്രത്തിന് ഏതാണ്ട് പിൻഭാഗത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണ് ഈ ഒരു ക്യൂ. ഈ പ്രദോഷ വ്രതവും ശിവരാത്രിയും ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെയാണ് രാവിലെ ഇത്രത്തോളം തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. അത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ മാത്രമല്ല, തിരുവനന്തപുരത്തെ മറ്റ് പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലും ഈ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഏതാണ്ട് ഒരാഴ്ചക്ക് മുൻപ് തന്നെ ശിവരാത്രിക്ക് വേണ്ടി വ്രതം നോൽക്കുന്നവരുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ പ്രത്യേക കലാപരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക പൂജകളുണ്ട്, വഴിപാടുകളുണ്ട്. അതൊക്കെ ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഏതായാലും ആ ഒരു പുണ്യ ദിവസം അത് വളരെ ഭക്തിയോടുകൂടി തന്നെയാണ് ഭക്തർ കൊണ്ടാടുന്നത്. ആ ഒരു വ്രതം നോറ്റു, ഒരാഴ്ചക്കാലം വ്രതം നോറ്റുകൊണ്ടാണ് ഈ മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ നമുക്ക് ഈ ഒരു തിരക്കിനേക്കാൾ ഏതാണ്ട് ഇരട്ടിയിലധികം ആളുകൾ വൈകുന്നേരം 5 മണിയോടുകൂടി ഈ ക്ഷേത്രങ്ങളിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും മഹാശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള പ്രത്യേക പൂജകളും മറ്റും ആരംഭിക്കുക. ശ്രീകണ്ഠേശ്വരത്ത് മഹാദേവനെ ദർശിക്കാൻ ഭക്തരുടെ നീണ്ട നിര തത്സമയമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.